Hello everyone, welcome back to a new video. Today we'll be discussing Macaulay's Minute. This comes under the paper ELT, that is English Language Teaching in PG S4. Okay, so first of all, let's talk about Lord Macaulay. Thomas Babington Macaulay was a Whig politician and historian from United Kingdom. He is widely regarded as the primary architect of India's transition to a Western-style education system. He was devoted to the concept of progress, particularly in terms of liberal liberties. He was an outspoken opponent of radicalism while idealizing historical European culture and tradition. മക്കോളീസ് മിനിറ്റിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ELT ഇൻ ഇന്ത്യയുടെ ഹിസ്റ്ററി. ആ ഒരു വീഡിയോയിലും പറയുന്ന ഒരു പോയിൻ്റാണ്, അതായത് കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൊളോണിയൽ ഇന്ത്യയിൽ ആദ്യം ഈ ഒരു ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടായിരുന്നില്ല. അവിടെ മെയിനായിട്ടൊരു ഫോക്കസ് എന്ന് പറയുന്നത് ട്രേഡ് തന്നെയായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ ഒരു എഡ്യൂക്കേഷൻ്റെ വാല്യൂ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ബ്രിട്ടീഷ് കോളനൈസേഴ്സ് മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, ഇന്ത്യയിലുള്ള അനേകായിരം ലാംഗ്വേജസ് പഠിക്കുന്നതിനെക്കാട്ടിലും എത്രയോ എളുപ്പമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള ഒറ്റൊരു ഭാഷ ഇന്ത്യൻസിനെ പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ളൊരു സിസ്റ്റവും അതിലൂടെ മോഡേൺ എഡ്യൂക്കേഷൻ, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ എഡ്യൂക്കേഷനും ഇന്ത്യയിൽ വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1813 ദ ചാർട്ടർ ആക്ട് ആണ്. The Charter Act was the country's first concrete step towards modern education. This act allotted an annual sum of 1 lakh for the purpose of educating the subjects. അപ്പോൾ അങ്ങനെ ചാർട്ടർ ആക്ട് വഴിയാണ് ഈ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല മിഷനറീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് വേണ്ടി ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതുവഴി ഒരു ആധിപത്യം സ്ഥാപിക്കണമെന്ന് മാത്രമല്ല ഒരു റിലീജിയസ് കൺവേർഷനും കൂടി ഇവരുടെ അജണ്ടയിൽ പെടുന്നുണ്ട്. അങ്ങനെ ചാർട്ടർ ആക്ട് പ്രകാരം ഇവിടെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു രണ്ട് കാറ്റഗറി ഉണ്ടായി വരുന്നുണ്ട്. ഒന്ന് ആംഗ്ലിസിസ്റ്റ്, മറ്റേത് ഓറിയൻ്റലിസ്റ്റ്. അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ഓറിയൻ്റലിസ്റ്റ് വിശ്വസിച്ചിരുന്നത് ഇന്ത്യൻസ് അവരുടേതായിട്ടുള്ള നേറ്റീവ് ലാംഗ്വേജസ് മാത്രം പഠിച്ചാൽ മതി, അതുപോലെ തന്നെ സ്ക്രിപ്റ്റേഴ്സും ടെക്സ്റ്റുകളും അത് മാത്രം പഠിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് ഓറിയൻ്റലിസ്റ്റ്. അതേസമയം ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മാത്രം പഠിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആംഗ്ലിസിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഇവിടെ നിന്നിരുന്ന സമയത്താണ് ലോർഡ് മക്കോലെ ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം വരുന്നത് 1834 ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ പ്രസിഡൻ്റായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു മക്കോളേസ് മിനിറ്റാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ്, ആംഗ്ലിസിസ്റ്റും ഓറിയൻ്റലിസ്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗത്തിൽ. ഒരു കൂട്ടർ ഇന്ത്യൻ എഡ്യൂക്കേഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, മറ്റു കൂട്ടർ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ എഡ്യൂക്കേഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. മക്കോളേസ് മിനിറ്റാണ് ഈ ഒരു കോൺഫ്ലിക്റ്റിന് ഒരു ഫൈനൽ ഡിസിഷൻ കൊണ്ടുവരുന്നത്. അത് ആംഗ്ലിസിസ്റ്റിന് ഫേവറബിൾ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസ് എല്ലാം തന്നെ ഈ ഒരു വെസ്റ്റേൺ സയൻസും ലിറ്ററേച്ചറും പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു ബേസിക് ഐഡിയ ആയിരുന്നു മക്കോളേസ് മിനിറ്റിലുള്ളത്. നമുക്കിനി അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മക്കോളേസ് മിനിറ്റിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് യൂറോപ്യൻ ലിറ്ററേച്ചറും സയൻസും പ്രൊമോട്ട് ചെയ്യുക എന്ന് മാത്രമായിരുന്നു. മാത്രമല്ല ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ സമയത്ത് വർക്ക് ചെയ്തിരുന്ന പ്രൊഫസേഴ്സിനും സ്റ്റുഡൻസിനും അവർക്ക് ഉണ്ടായിരുന്ന സ്റ്റൈപ്പൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ഒരു മിനിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓറിയൻ്റലിസ്റ്റ് വർക്ക്, അതായത് ഈ ഒരു നേറ്റീവ് ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള യാതൊരു റിസോഴ്സസും ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. ഓറിയൻ്റലിസ്റ്റ് വർക്കിൻ്റെ പ്രിൻറ്റിങ്ങിന് വേണ്ടി യാതൊരു ഫണ്ടും ഗവൺമെൻറ് കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഉള്ള ഫണ്ടുകളെല്ലാം തന്നെ എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രം, വെസ്റ്റേൺ സ്റ്റൈൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു ഗോളും കൂടി മക്കോളേസ് മിനിറ്റിലുണ്ട്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. അഗെയിൻ
spending only on Western education. And subsequently the closure of Oriental colleges. കാരണം ആ സമയത്ത് ഈസ്റ്റേൺ ഫിലോസഫി, ഈസ്റ്റേൺ സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ഒരുപാട് കോളേജസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അടച്ചു പൂട്ടുന്നുണ്ട്. കാരണം എന്താണ്, അത്രമാത്രം ഒരു ഓറിയൻ്റലിസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ആണ്, അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. മാത്രമല്ല വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചറാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഇതിൽ പറയുന്നത് എന്താണ്, വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ആ ഗവൺമെൻറ്റിനോട് കൂറു കാണിക്കുന്ന കുറച്ച് ഇന്ത്യൻസിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അവർക്ക്. എന്നിട്ട് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ആയിരിക്കും ബാക്കിയുള്ള കൂട്ടർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് വൈസ് ഒരു ടീച്ചിങ്, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് എന്താണ് അവർ ആ ഒരു സമയം ഫോളോ ചെയ്തിരുന്നത്. ആ ഒരു സിസ്റ്റത്തെയാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ലോർഡ് മക്കോളയുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഹി വിഷ് ടു ക്രിയേറ്റ് എ പൂൾ ഓഫ് ഇന്ത്യൻസ് കേപ്പബിൾ ഓഫ് സെർവിങ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ആൻഡ് റിമൈനിങ് ലോയൽ ടു ദം. കാരണം ബേസിക് ആയിട്ടുള്ള അജണ്ട എന്നാണ്, ഇത് ഒരിക്കലും ഒരു ചാരിറ്റബിൾ ആയിട്ടൊരു പ്രവൃത്തിയല്ല, അത്രമാത്രം സിമ്പതി അല്ലെങ്കിൽ എമ്പതി തോന്നി ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇവർക്ക് എന്താണ്, ഇവരോട് ലോയൽറ്റി കാണിക്കുന്ന കുറച്ച് ആൾക്കാരെ വേണം, എന്നാൽ മാത്രമേ ഭരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു എഡ്യൂക്കേഷനെ അവർ ഒരു രീതിയിൽ വെപ്പണാക്കിയെന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതൊരിക്കലും ഒരു ചാരിറ്റി പ്രവർത്തനമായി അവർ നടത്തിയതല്ല. സോ ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് ഇന്ത്യൻസ് ഹൂ was Indian by blood and color but English by taste, opinion, morals and interest. അതായത് ജന്മം കൊണ്ടും അതുപോലെ തന്നെ അപ്പിയറൻസ് കൊണ്ടും ഇന്ത്യനാണ്, പക്ഷേ എന്താണ് അഭിപ്രായങ്ങളാണെങ്കിലും ഒരു ടേസ്റ്റ് ആണെങ്കിലും എത്തിക്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഇംഗ്ലീഷ് അല്ലെങ്കിൽ വെസ്റ്റേൺ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനത്തെ രീതിയിൽ ഒരു വ്യക്തിയെ, രണ്ട് ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കാനാണ് മക്കോളേസ് മിനിറ്റിലൂടെ ഒരു ബ്രിട്ടീഷ് കോളനൈസേഴ്സ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് മെറിറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു മക്കോളേസ് മിനിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ പ്രൊമോട്ടഡ് ആവുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അത് പഠിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തും ഈ ഒരുപാടധികം ഫ്രീഡം മൂവ്മെൻറ്റ്സിനും ഈ ഒരു ഭാഷ അവരെ സഹായിച്ചു. കാരണം അവരെ ആരെയാണോ ആധിപത്യം സ്ഥാപിച്ച് ഭരിക്കുന്നത് ആ ആൾക്കാരുടെ ഭാഷ തന്നെ അവർ പഠിക്കുന്നു, ആ ഒരു ഭാഷയിലൂടെ തന്നെ അവർ അവരുടെ ഒരു ഫ്രീഡം നേടിയെടുക്കുന്നു. അങ്ങനത്തെ രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെയധികം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. മാത്രമല്ല മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ മക്കോളേസ് മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ഇൻഡിജീനിയസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഒരു സ്ട്രക്ചേർഡ് കണ്ടംപററി എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്കുള്ളൊരു ട്രാൻസിഷൻ, അതും മക്കോളേസ് മിനിറ്റ് കൊണ്ടാണ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വേൾഡ് ലിറ്ററേച്ചർ, അതായത് ഒരു ലോക സാഹിത്യത്തിലേക്കുള്ളൊരു പാത്ത് വേ ആയിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മാറിയെന്ന് പറയുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. വേറെ ഏത് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്ക്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മനസ്സിലാക്കിയ ഒരു ഇന്ത്യൻ, ആ ഒരു ആൾക്ക് മറ്റുള്ള എഴുത്തുകാർ, ലോക സാഹിത്യത്തിലെ മറ്റ് രാജ്യങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്ക്സ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം പല ഫിലോസഫീസും പല ഐഡിയാസും ആ സമയത്ത് ഫ്രീഡം ഫൈറ്റേഴ്സ് മനസ്സിലാക്കിയതും. അത് നേരത്തെ ആദ്യത്തെ പോയിന്റ് പോലെ തന്നെ ഫ്രീഡം മൂവ്മെൻറ്റിൽ ഒരുപാടധികം ഹെൽപ്ഫുൾ ആയത് ഇങ്ങനത്തെ മറ്റ് രാജ്യങ്ങളിലെ ഫിലോസഫേഴ്സിൻ്റെ ഐഡിയ തന്നെ ആയിരിക്കാം. അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് വായിച്ച ആ ഒരു ഐഡിയ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഈ ഒരു ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ ഒരുപാടധികം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം. വേൾഡ് ലിറ്ററേച്ചർ മനസ്സിലാക്കാൻ അവർക്ക് ഈ ഒരു മോഡേൺ എഡ്യൂക്കേഷനിലൂടെ സാധിച്ചു. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഗ്രൗണ്ട് വർക്ക് മാറിയതും ആ സമയത്തെ മക്കോളേസ് മിനിറ്റിലൂടെ ഉണ്ടായിരുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുതന്നെയാണ് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റവും നമുക്ക് വളരെയധികം നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്നത്.
ഇതൊക്കെയാണ് മെറിറ്റ്സ്. ഇനി ഡീമെറിറ്റ്സ് വരുമ്പോഴേക്കും ഓറിയൻ്റലിസ്റ്റ് ഓക്സിഡൻ്റൽ എന്നൊരു ഒരു ഡിവിഷൻ അവിടെ വരുന്നുണ്ട്. അതായത് ഈസ്റ്റേൺ വേഴ്സസ് വെസ്റ്റേൺ എന്നുള്ളൊരു ഡിവിഷൻ അവിടെ വരുന്നുണ്ട്. മാത്രമല്ല വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ് സുപ്പീരിയർ, ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ വളരെയധികം ഇൻഫീരിയർ ആണ്, അത് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് കൂടുതലും ഈ ഒരു ചാർട്ടർ ആക്റ്റും മക്കോളേസ് മിനിറ്റും കാരണമാണ് ആ ഒരു ഡിവിഷനും സ്റ്റീരിയോ ടൈപ്പും അവിടെ വരുന്നത്. മാത്രമല്ല ഓറിയൻ്റലിസ്റ്റ് ഏകദേശം ഒരു മാർജിനിലേക്ക് തള്ളപ്പെടുകയാണ്. കാരണം അവരുടെ വർക്ക്സ് പ്രിൻ്റ് ചെയ്യാൻ ഫണ്ട് ലഭിക്കുന്നില്ല, അവരുടെ സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന കോളേജസ് എല്ലാം പൂട്ടിക്കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആർഗ്യുമെൻസിന് അവിടെ ഒരു സ്പേസും കൊടുക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൊടുക്കുന്ന ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു സുപ്പീരിയോറിറ്റി, ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഫണ്ട് ഉപയോഗിച്ചാൽ മതി, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം മതി, അങ്ങനത്തെ രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ളൊരു വളരെ പാർഷ്യലായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് മക്കോളേസ് മിനിറ്റ് കാരണമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ അതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് വരും. മറ്റുള്ള ഇന്ത്യൻ ലാംഗ്വേജസിനെ ഓവർലുക്ക് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നതും ഇതന്നെയാണ്: എ സിംഗിൾ ഷെൽഫ് ഓഫ് എ ഫൈൻ യൂറോപ്യൻ ലൈബ്രറി വാസ് വർത്ത് ദി ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ എന്ന് പറയുന്നത് ഇതന്നെയാണ്. വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ ലാംഗ്വേജ് മാത്രമാണ് സുപ്പീരിയർ, അതിനെ കടത്തി വെട്ടാൻ വേറെ ഒരു രാജ്യത്തെ കൾച്ചറിനോ ഭാഷയ്ക്കോ സാധിക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്താഗതി. അതാണ് ഈ ഒരു മക്കോളേസ് മിനിറ്റിലൂടെ അവിടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. അതാണ്. മാത്രമല്ല ഡൗൺ ഫിൽട്രേഷൻ തിയറി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതും ഒരു ഡീമെറിറ്റ് ആയിട്ട് വരാൻ കാരണം ഒരു എഡ്യൂക്കേറ്റഡ് അൺഎഡ്യൂക്കേറ്റഡ് എന്നൊരു ഡിവിഷൻ അവിടെ സംഭവിച്ചു. അതായത് കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അത് കൂടുതലും ഇലൈറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ്, മിഡിൽ ക്ലാസ്സിലുള്ള കൂട്ടർക്കാണ് കൂടുതലും ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പോൾ പോലും ഒരു പക്ഷെ വർക്കിംഗ് ക്ലാസ്സിൽ ഉള്ളവർക്കും അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ അതിൻ്റെ ഒരു അവസരം കിട്ടാത്ത കൂട്ടർക്കും വളരെയധികം അവർക്ക് ജോലി കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് സാധിക്കാൻ നടക്കുന്നില്ല. കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒരു എഡ്യൂക്കേറ്റഡ് വേഴ്സസ് അൺഎഡ്യൂക്കേറ്റഡ് എന്നൊരു ഡിവിഷൻ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി കാരണം തന്നെയാണ്. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹയർ ക്ലാസ് ആൾക്കാർ, അവരുടെ ജോലി മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, ലോവർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ്. പക്ഷെ അത് ചെയ്യുന്നില്ല. അവരുടെ തന്നെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു, ഇവരുടെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിവിഷൻ അവിടെ ഉണ്ടായത്. മാത്രമല്ല നമ്മൾ പറഞ്ഞു മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഒരു ഫൗണ്ടേഷനാണ് മക്കോളേസ് മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് മക്കോളേസ് മിനിറ്റ് കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ഇവിടെ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ടായതെന്നുള്ളൊരു ഐഡിയ വരുന്നുണ്ട്. അതായത് മക്കോളേസ് മിനിറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമേ ഉണ്ടാവത്തില്ലായിരുന്നു എന്നുള്ളൊരു രീതിയിലുള്ളൊരു ബയസ് ഉണ്ട്. അത് ഒരു ഡീമെറിറ്റാണ്. കാരണം മക്കോളേസ് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമാണ്. ഒരുപാടധികം ഫാക്ടേഴ്സ് ചേർന്ന് വന്നാണ് ഇന്ത്യയിൽ ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിൽ വന്നത്. മക്കോളേസ് മിനിറ്റ് ഒരു ഫാക്ടർ മാത്രമാണ്. പക്ഷേ പൊതുവെയുള്ളൊരു സംസാരം എന്ന് പറയുന്നത് മക്കോളേസ് മിനിറ്റ് ഇസ് ദി ഓൺലി ഫാക്ടർ. മക്കോളേസ് മിനിറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ പോളിസിയെ ഉണ്ടാവത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ഐഡിയ പലപ്പോഴും പറയുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം മക്കോളേസ് മിനിറ്റ് ഒരു ആസ്പെക്റ്റ് മാത്രമേ ആകുന്നുള്ളൂ. സോ അതൊക്കെയാണ് എൻ്റെ ഡീമെറിറ്റ്. ഇതാണ് മക്കോളേസ് മിനിറ്റിനെ കുറിച്ചുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഐഡിയ. I hope this was useful. So to conclude, one of the major impact of Macaulay's Minute was the promotion of English as the language of administration and of higher law court. This led eventually to English becoming one of the languages of India rather than simply the native language of its foreign rulers. So this is a brief idea about Macaulay's Minute.
ഞാനിത് റെഫർ ചെയ്ത ആർട്ടിക്കിൾ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. യു ക്യാൻ റെഫർ ദാറ്റ് ഫോർ യുവർ നോട്ട്സ്. ആൻഡ് if you are able to understand the video, do like it and do share your opinion as well. I'll see you in the next video. Till then, take care. Thank you.